ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ആര് വിജയിക്കും എന്നതിനെക്കുറിച്ച് നിരവധിയായിട്ടുള്ള ചർച്ചകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമായിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുന്നു, പോളിംഗ് ശതമാനം കണക്കുകൂട്ടി, പോളിംഗ് ശതമാനത്തിൽ കൃത്യത വന്നു. അതോടൊപ്പം തന്നെ ബൂത്ത് തലത്തിൽ കൃത്യമായി എത്ര വോട്ടുകൾ പോൾ ചെയ്തു, മണ്ഡലം തലത്തിൽ എത്ര നിയോജക മണ്ഡലം ബേസിൽ എത്ര വോട്ടുകൾ പോൾ ചെയ്തു, അതുപോലെ തന്നെ വനിതകൾ എത്ര, പുരുഷന്മാർ എത്ര, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എത്ര വോട്ടുകൾ വന്നു, മുസ്ലിം, ക്രൈസ്തവർ ആ നിലയിൽ എത്ര വോട്ടുകൾ പോൾ ചെയ്തു. കാരണം ഇതൊക്കെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം പ്രത്യേകിച്ചും ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ, മാത്രമല്ല BJP വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ കണക്കുകൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഈ കണക്കുകളൊക്കെ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കണക്കുകളും വന്നതിന് ശേഷം, അതുപോലെ തന്നെ CPM-ന്റെയും LDF-ന്റെയും നേതൃത്വങ്ങൾ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതൃത്വങ്ങൾ, അതുപോലെ BJP-ന്റെയും നേതൃത്വങ്ങൾ, അവരൊക്കെ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം കഴിഞ്ഞതിന് ശേഷം, അതുപോലെ തന്നെ നിരവധിയായ ഇടങ്ങളിൽ നിന്ന് അടിയൊഴുക്കുകൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ അടിയൊഴുക്കുകൾ എന്തെല്ലാം എവിടെയെല്ലാം സംഭവിച്ചു എന്നറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിയണം. അപ്പോൾ മാത്രമാണ് ഈ അടിയൊഴുക്കുകളുടെ വാർത്തകൾ ഓരോന്നോരോന്നായി നമുക്ക് പുറത്തു വരുള്ളൂ. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ നമുക്ക് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൊരു രാഷ്ട്രീയം എന്നതിനപ്പുറമാണ് പറയുന്നത്. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള K മുരളീധരൻ നല്ല പോരാട്ടം തൃശ്ശൂരിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, വളരെ ജനകീയനായ നേതാവാണ് സുനിൽകുമാർ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. അദ്ദേഹവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം മുരളീധരൻ ഒരു ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഫിഗറാണെങ്കിൽ, ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുനിൽകുമാർ. അദ്ദേഹം തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ MLA-യും അദ്ദേഹം മന്ത്രിയുമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല തൃശ്ശൂരിന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള തൃശ്ശൂർ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പത്മജ വേണുഗോപാലിനെ തോൽപ്പിച്ച് സുനിൽകുമാർ തൃശ്ശൂർ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അങ്ങനെ ആ രീതിയിൽ വിജയപാരമ്പര്യമുള്ള, ജനകീയ അടിത്തറയുള്ള, ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ആവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് സുനിൽകുമാർ. അദ്ദേഹമാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും വെല്ലുവിളി ഉയർത്തുന്ന നിലയിലേക്ക് പോയത്. അങ്ങനെ ഒരു ഏകദേശം 10,90,000 വോട്ടുകൾ, 11 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പോൾ ചെയ്തിട്ടുണ്ട്. സേഫ് സോൺ എന്ന് പറയുന്നത്, ഒരു ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ സേഫ് സോൺ എന്ന് പറയുന്നത് 4 ലക്ഷം വോട്ടുകൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. 4 ലക്ഷം വോട്ടുകൾ ലഭിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ വിജയിക്കും, ഒരു സംശയമില്ല. കഴിഞ്ഞ തവണ TM പ്രതാപന് 4,15,000 വോട്ടുകളാണ് ലഭിച്ചത്. അപ്പൊ ഇത്തവണ 4 ലക്ഷം വോട്ടുകൾ കടന്നാൽ, അതല്ലെങ്കിൽ മിനിമം ഒരു 3,90,000 വോട്ടെങ്കിലും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നേടുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമേ വിജയ സാധ്യതയുള്ളൂ. ആ വിജയ സാധ്യത നമ്മൾ പരിശോധിക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത് UDF സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് അനുകൂലമായി വരുന്നത്. കാരണം നിലവിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന, സിറ്റിംഗ് MP ആയിരുന്ന TM പ്രതാപന് 2019 ലഭിച്ചത് 4,15,000 വോട്ടാണ്. അപ്പൊ അതിൽ നിന്ന് വലിയ കുറവുകൾ K മുരളീധരന് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് UDF കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്, പൊതുവെ വിലയിരുത്തുമ്പോൾ. കാരണം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 40% വോട്ടുകൾ ന്യൂനപക്ഷ വിഭാഗമാണ്. അതിൽ 17% മുസ്ലിം ജനവിഭാഗവും ഏകദേശം 22% ക്രിസ്ത്യൻ വിഭാഗവുമാണ്. ഈ വിഭാഗത്തിന്റെ വോട്ടുകൾ കൃത്യമായിട്ടുള്ള ഒരു കേന്ദ്രീകരണം UDF സ്ഥാനാർത്ഥിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊന്ന് പരമ്പരാഗതമായി അവർ UDF-ന് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് K മുരളീധരൻ എന്ന് പറയുന്ന ഫിഗർ വരുമ്പോൾ അവർക്ക് അതിൽ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. മറിച്ചൊന്നും ആലോചിക്കാതെ തന്നെ ആ വോട്ടുകൾ കൃത്യമായി UDF പെട്ടിയിൽ വീണു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ NDA-യുടെ പ്രചരണം കൊണ്ടോ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിത്വപരമായ പ്രകടനപരത കൊണ്ടോ ഏതെങ്കിലും നിലയിൽ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു വിള്ളലുണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് അത്ര വേഗത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു UDF ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം K മുരളീധരനിലേക്ക് ഉണ്ടായി
എന്ന് വിലയിരുത്തപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ടിട്ട് തൃശൂർ മേഖലയിൽ നിലനിന്നിരുന്ന വിഷയം അത് വലിയ നിലയിൽ BJPക്ക് അനുകൂലമായ ഒരു ഫാക്ടറായി മാറുമെന്ന് കരുതിയിരുന്നു. ആ വോട്ടുകളിൽ NDA കണ്ണുവച്ചിരുന്നു. അത് CPM കുടുംബ വോട്ടുകളാണ്. കാരണം ഈ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായിട്ട് നമ്മൾ പുറത്തുള്ള ആളുകൾ കാണുന്നത് പോലെയല്ല, അതൊരു കേവലം ഒരു മാധ്യമ വാർത്തയായിരുന്നില്ല. കാരണം ആ രീതിയിൽ വലിയ ഒരു എതിർപ്പ് CPMനോടും CPMന്റെ നേതൃത്വത്തോടും ആ മേഖലയിൽ ഉണ്ടായിരുന്നു. അത് NDAക്ക് വോട്ടായി മാറുമെന്നാണ് BJP നേതൃത്വം കരുതിയത്. പക്ഷേ മുരളീധരന്റെ വരവോട് കൂടിയിട്ട് ആ വോട്ടുകളിൽ മുരളീധരന് കടന്നു കയറാൻ കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അപ്പർ കാസ്റ്റ് വിഭാഗങ്ങളുടെ, മേൽജാതി വിഭാഗങ്ങളുടെ വോട്ടുകൾ മുരളീധരനെ ആകർഷിക്കാൻ കഴിഞ്ഞു. അത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ സുരേഷ് ഗോപി നേടിയ വോട്ടുകളിലേക്കാണ് മുരളീധരൻ ആ കടന്നുകയറ്റം നടത്തിയിട്ടുള്ളത് എന്നും വിലയിരുത്തപ്പെടുന്നു. അപ്പൊ ഈ നിലയിൽ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിലാണ് മുരളീധരന് ഒരു അല്പം എഡ്ജ് അല്ലെങ്കിൽ ഒരു വ്യക്തമായ മേധാവിത്വം തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഒല്ലൂർ മേഖലയിലെ CPM വോട്ടുകളിൽ ചെറിയ രീതിയിൽ കടന്നു കയറാൻ ഒല്ലൂർ മേഖലയിൽ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തലുമുണ്ട്. സ്വാഭാവികമായും രണ്ടാം സ്ഥാനത്ത് മുരളീധരന് വെല്ലുവിളി ഉയർത്തും എന്ന് കരുതിയിരുന്ന സുനിൽകുമാറിന്റെ വോട്ടുകളിലാണ് ആ നഷ്ടം ഉണ്ടാവുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന നിലയിലും പൊതുവെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേണും ഉണ്ട് എന്ന് നിലനിൽക്കെ അത് മുരളീധരൻ കൂടി വന്നതോടുകൂടി വലിയ ആവേശം ജില്ലയിലെ UDF പ്രവർത്തകർക്കിടയിൽ ഉണ്ടായി. അവർ വളരെ ശക്തമായിട്ട് മുരളീധരന് വേണ്ടി അണിനിരന്നു. തൃശ്ശൂർ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രചരണം കൃത്യമായിട്ട് ബൂത്ത് ലെവലിൽ, അത് കൂടുതൽ നടന്നത് ബൂത്ത് ലെവൽ വർക്കാണ്, അത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ UDFന് കഴിഞ്ഞു. അതേസമയം അപ്പുറത്ത് CPM അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് വളരെ ശക്തമായി പ്രവർത്തിച്ചുവെങ്കിലും ഈ ന്യൂനപക്ഷങ്ങളുടെ ഈ ഏകീകരണം ഉണ്ടായതും അതുപോലെ തന്നെ ഈ തൃശ്ശൂർ അതുപോലെ തന്നെ അന്തിക്കാട് മേഖല വിട്ട് വലിയ ഒരു സ്വാധീനം സുനിൽകുമാറിന് ചെലുത്താൻ കഴിയാതിരുന്നതും ഒരു ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം UDFലേക്ക് ഉണ്ടാക്കാൻ സഹായകമായി എന്നാണ് മനസ്സിലാക്കാൻ. തന്നെ അന്തിക്കാട് മേഖല വിട്ട് വലിയ ഒരു സ്വാധീനം സുനിൽകുമാറിന് ചെലുത്താൻ കഴിയാതിരുന്നതും ഒരു ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം UDFലേക്ക് ഉണ്ടാക്കാൻ സഹായകമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ BJP നടത്തിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾ ഇപ്പോൾ തൃശ്ശൂരിലൊക്കെ നിരവധിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ തന്നെ, മുഖ്യധാര മാധ്യമ പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ NDAക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും അവർക്ക് അവിടുത്തെ പ്രവർത്തകന്മാർ ആത്മാർത്ഥമായി ചെയ്യുന്ന അത്ര ആ രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയുമോ? പുറത്തുനിന്നുള്ള വർക്കുമാർ ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായ സഹായം കൂടി പ്രതീക്ഷിച്ച് വരുന്ന ആളുകളായിരിക്കും. അതിലൊരു ഫിനാൻഷ്യൽ സോഴ്സ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പുറത്തുനിന്നുള്ള ആളുകൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പണമാണ്. അപ്പൊ പണം കൊടുത്ത് ആളുകളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന പോരായ്മകൾ അത് തൃശ്ശൂരിൽ BJPക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് തൃശ്ശൂർ മേഖലയിൽ തന്നെ അവരുടെ പല വോട്ടുകളും പോൾ ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. അവരുടെ വർക്ക് 70% മാത്രമാണ് കംപ്ലീറ്റ് ആയത്. ഒരുപക്ഷെ 2 മാസങ്ങൾക്ക് മുമ്പ്, തെരഞ്ഞെടുപ്പിന്റെ 2 മാസങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപി വിജയിക്കും എന്ന പ്രതീതി തൃശ്ശൂർ മണ്ഡലത്തിലുണ്ടായിരുന്നു. പക്ഷേ സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു, സുനിൽകുമാർ ഫീൽഡിൽ ഇറങ്ങുന്നു. പിന്നീട് മുരളീധരൻ കൂടി ഫീൽഡിലേക്ക് വരുമ്പോൾ സുരേഷ് ഗോപിയുടെ എല്ലാ സാധ്യതകളും അടയുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കും അറിയാമായിരുന്നു. പക്ഷേ ജനങ്ങൾക്കിടയിൽ ആ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അവർ നിരന്തരമായി ആ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ തന്നെ യഥാർത്ഥ വസ്തുത എന്ത് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിലയിരുത്തൽ. നമുക്ക് റിസൾട്ട് അറിയണമെങ്കിൽ ജൂൺ 4 വരെ കാത്തിരിക്കണം. പക്ഷെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മുരളീധരൻ വിജയിക്കും. മാത്രമല്ല കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ 60,000 മുതൽ മുകളിലേക്കുള്ള ഭൂരിപക്ഷത്തിന് ശ്രീ മുരളീധരൻ വിജയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്റെയും ഒരു നിഗമനം ഒരു 3,90,000 വോട്ടുകൾക്ക് മുകളിൽ മുരളീധരൻ നേടും. ഒരു സേഫ് ആയിട്ടുള്ള മത്സരം ഉണ്ടാവും. BJP 3ാം സ്ഥാനത്തേക്ക് പോകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. സുനിൽകുമാർ 2ാം സ്ഥാനത്തേക്ക് വരും. പക്ഷെ ഈ പറഞ്ഞ പോലെ മുകളിൽ പറഞ്ഞ കാരണങ്ങൾ സഹിതം അവിടെ മുരളീധരന് വിജയ സാധ്യതയുണ്ട് എന്നാണ് അവസാനവട്ട വിലയിരുത്തലുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.